വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വാഹനം ഉപയോഗിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. അങ്ങനെ വാഹനവുമായി പോകുമ്പോൾ നമ്മൾ നിയമലംഘനം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടത്തുന്നുണ്ട് എന്നാണ് ഉത്തരം. 1988 മോട്ടോർ വാഹന നിയമം സെക്ഷൻ 197 അധികാരമില്ലാതെ വാഹനം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു മോട്ടോർ വാഹന ഉടമയുടെ സമ്മതമോ നിയമപരമായ അധികാരമോ ഇല്ലാതെ ഏതെങ്കിലും മോട്ടോർ വാഹനമെടുത്ത് ഓടിച്ചു കൊണ്ടുപോകുന്ന ഏതൊരാളും 3 മാസം തടവ് ശിക്ഷയ്ക്ക് വിധേയനാകും. കൂടാതെ പിഴയുമുണ്ട്. നിലവിൽ 5000 രൂപയാണ് ഫൈൻ നൽകേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവരാണ് വാഹനം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെയും വരും. ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒരാളുടെ വാഹനം നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുപോവുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവൃത്തി തടയിടുന്നതിനാണ് ഈ സെക്ഷൻ ഉദ്ദേശിക്കുന്നത്. വാഹന മോഷണം, CC പിടുത്തം ഇവയൊക്കെ ഈ സെക്ഷൻ തടയുന്നു. RC ഓണർ അല്ലാത്ത ഒരാൾ വാഹനത്തിന്റെ കൈവശക്കാരനായിരിക്കുമ്പോൾ ആ വാഹനം മോഷ്ടിച്ചതെന്ന് പോലീസിന് പ്രഥമ ദൃഷ്ട്യാ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് വണ്ടി പിടിച്ചെടുക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നതാണ്. വിശേഷിച്ചും സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ. സെക്ഷൻ 197 അധികാരമില്ലാതെ വാഹനം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനം റിക്കവറി വാൻ ഉപയോഗിച്ച് പോലീസ് നീക്കം ചെയ്യുന്നതൊന്നും ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമല്ല. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വാഹനം പരസ്പരം മാറി ഉപയോഗിക്കുന്നതൊന്നും ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമല്ല. ഇവിടെ പരസ്പരം സമ്മതമുണ്ടെന്ന് തന്നെ നിയമം കണക്കാക്കും. എന്നാൽ പുറത്തു നിന്നുള്ളവർക്ക് വാഹനം നൽകുമ്പോൾ അതിനുള്ള ഓതറൈസേഷൻ രേഖാമൂലം തയ്യാറാക്കി നൽകുകയും അതിലെ വ്യവസ്ഥകൾ പ്രകാരം മാത്രം വാഹനം കൈകാര്യം ചെയ്യേണ്ടതുമാണ്. അവിടെ വാഹനം കൈകാര്യം ചെയ്യുന്നത് വഴി എന്തെങ്കിലും അപകടമോ നഷ്ടമോ സംഭവിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് നിയമ തടസ്സം ഉണ്ടാകില്ല.